ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു വിമാനത്താവളം തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ ശരിയാവും? ശരിയാണ്. വിമാനത്താവളം യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങുന്ന സ്ഥലമാണല്ലോ വിമാനത്താവളം. അതെ. അത് കാണാതെ പോയി എന്ന് പറയാം. കാണാതെ പോയെന്ന് പറഞ്ഞാൽ വിസിബിലി കാണുന്നില്ല എന്നല്ല, രാജ്യത്തെ സൈന്യത്തെ ഞെട്ടിച്ച കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ട്, ഈ ഉത്തരേന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ, ബീഹാറിലൊക്കെ പാലങ്ങൾ കാണാതെ പോകും. ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ പാലം പിറ്റേ ദിവസം വരുമ്പോൾ കാണത്തില്ല. ഇതൊക്കെ ചില ആളുകൾ ഇത് മുഴുവൻ അഴിച്ചെടുത്തോണ്ട് പോകും. മൊബൈൽ ടവറുകൾ, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ടവറില്ലേ, ടവറെല്ലാം വന്നിട്ട് ആൾ അഴിച്ച് ലോറി കയറ്റിക്കൊണ്ട് പോകും. ഇപ്പോൾ നമ്മുടെ ഈ മുണ്ടക്കയിൽ വെച്ചിരിക്കുന്ന ബെയിലി പാലം ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ പാലമാണ്, അത് ബീഹാറിലൊക്കെ കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യുന്നറിയോ, ആളുകൾ ലോറി ട്രക്കും പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് അതിൻ്റെ നട്ടും ബോൾട്ട് കഴിച്ച് കൊണ്ടുപോയി വിൽക്കും. ഇത്തരം കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അതുപോലത്തെ ഒരു സംഭവമാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു എയർ സ്ട്രിപ്പ്, യുദ്ധവിമാനങ്ങൾ ഇറങ്ങുന്ന എയർ സ്ട്രിപ്പ്, രണ്ടാം ലോക മഹായുദ്ധകാലം മുതൽ തന്നെ എയർഫോഴ്സിൻ്റെ അധീനതയിലുള്ള സ്ഥലം ഒരാൾ തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. അവർ രണ്ടുപേരും, ഒരമ്മയും മകനും, ഉഷ അൻസൽ എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ മകൻ നവീൻ ചന്ദും ഇത് തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൻസ്, പ്രതിരോധ വകുപ്പ് കോടതിയെ സമീപിച്ചത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. ഈ എയർ സ്ട്രിപ്പ് ഉള്ളത് പഞ്ചാബ് സംസ്ഥാനത്തിലെ ഫിറോസ്പൂരിൽ ഫട്ടുവാല എന്ന വില്ലേജുണ്ട്. ഈ ഫട്ടുവാല വില്ലേജ് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് തൊട്ടടുത്താണ്, 3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് നമ്മൾ ഈ തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഇന്ത്യൻ എയർഫോഴ്സ് ഇവിടെ 1962 മുതൽ ഒരു എയർ സ്ട്രിപ്പ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. യുദ്ധവിമാനങ്ങൾ ഇറങ്ങും, കാരണം പാകിസ്ഥാൻ്റെ അതിർത്തിയാണല്ലോ. തൊട്ടടുത്ത സ്ഥലത്ത് ഈ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടാകുമെന്ന് വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പോൾ എയർ സ്ട്രിപ്പുകളുടെ കാര്യത്തിൽ വലിയ പ്രാധാന്യം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാഷണൽ ഹൈവേയിൽ പലയിടത്തും യുദ്ധവിമാനങ്ങൾ ഇറങ്ങാൻ പാകത്തിനുള്ള ഹൈവേ നിർമ്മിക്കുന്നത്, എയർ സ്ട്രിപ്പുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ആസാമിൽ 20 എണ്ണം നിർമ്മിക്കുകയാണ്. ആസാമിൽ 20 എണ്ണം നിർമ്മിക്കുന്ന എയർ സ്ട്രിപ്പുകളിൽ യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, വേണ്ടി വന്നാൽ പാസഞ്ചർ വിമാനങ്ങൾ പോലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇറങ്ങാൻ പാകത്തിനുള്ള റൺവേ ക്വാളിറ്റിയിലുള്ള സ്ട്രെച്ചുകൾ ഹൈവേയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിർത്തിയിൽ ഇത്രയും പ്രാധാന്യത്തോടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 62 മുതൽ നമ്മുടെ എയർഫോഴ്സിൻ്റെ കയ്യിലുണ്ടായിരിക്കുകയും 62, 65, 71 തുടങ്ങിയ യുദ്ധകാലത്ത് ഉപയോഗിച്ചതും അതിനു മുമ്പ് ബ്രിട്ടീഷുകാർ രണ്ടാം ലോക യുദ്ധകാലത്ത് ഉപയോഗിച്ചതുമായ എയർ സ്ട്രിപ്പ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന് നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. അപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്ന പോലെ ഉള്ള കാര്യം ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്, ഇത് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട് വളരെ സീരിയസ് ആയി എടുത്തത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്താണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്ത് നമുക്ക് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള പഞ്ചാബ് അതിർത്തിയിലെ നമ്മുടെ എയർ സ്ട്രിപ്പിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഈ എയർ സ്ട്രിപ്പ് ഇപ്പോൾ സ്വകാര്യ വ്യക്തി അവരുടെ പേരിലായി ആക്കിയെന്നും അത് മറിച്ചു വിറ്റുവെന്നും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ പ്രതിരോധ രംഗത്തൊക്കെ യുദ്ധത്തിലൊക്കെ വലിയ മേൽക്കൈ നമുക്കുണ്ടായി, നമ്മൾ ജയിച്ചു, പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയെന്നുള്ള ശരിയാണ്. നമുക്ക് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു മിസൈൽ പോലും നമ്മുടെ ഒരു ഗ്രാമത്തിൽ പോലും വീണ് നമ്മുടെ ഒരു വീടിൻ്റെ മേൽക്കൂര പോലും പോയിട്ടില്ല. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രൈം അസറ്റുകളാണ് അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഈ എയർ സ്ട്രിപ്പ് പോലെയുള്ള കാര്യങ്ങൾ. ഇതൊന്നും കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു എന്നൊരു വിവരം ഇതിന് പുറത്തു വരുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് അടിയന്തര സാഹചര്യത്തിൽ, എയർപോർട്ട് പോലെയല്ല എയർ സ്ട്രിപ്പ് അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ ഇട്ടേക്കും, ആവശ്യം വന്നാൽ വന്നിറങ്ങും, ഇതാണ്. പക്ഷേ ഈ സാധനം കൈമാറിപ്പോയി എന്നുള്ളത് നമ്മൾ അറിയാൻ വൈകിപ്പോയോ, അത് ഒരു ഗുരുതരമായ പ്രശ്നമാണ്. അറിയാൻ വൈകി എന്നുള്ളതല്ല യഥാർത്ഥ പ്രശ്നം. ഇത് 1945 മാർച്ച് 12 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ റോയൽ എയർഫോഴ്സിന് കൈമാറിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ട് മാറിയതാണ്. അപ്പോൾ ഇതിവിടെ ഈ എയർപോർട്ട് നമ്മുടെ കയ്യിലുണ്ട്, രേഖകളിലുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അന്വേഷിക്കുമ്പോഴാണ് ഈ എയർപോർട്ട് ഇപ്പോൾ എയർഫോഴ്സിൻ്റെ സ്വത്തല്ല, ഡിഫൻസിൻ്റെ സ്വത്തല്ല, ഉഷ അൻസലിൻ്റെയും മകൻ നവീൻ ചന്ദിൻ്റെയും സ്വത്തായിട്ട് മാറ്റി. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ ലജ്ജയുണ്ട്. നമ്മുടെ പ്രതിരോധ സേന, നമ്മുടെ പോലീസ്, നമ്മുടെ റവന്യൂ അധികൃതർ ഒക്കെ പഞ്ചാബിൽ കാണിച്ച ഒരു ഉദാസീന നിലപാടിൻ്റെ ഭാഗം കൂടിയാണ് ഇത് സംഭവിച്ചെന്ന് വരാം.
അതായത് നിഷാന്ത് സിംഗ് എന്നൊരു പൊതുപ്രവർത്തകനുണ്ട് പഞ്ചാബിൽ. ഈ പൊതുപ്രവർത്തകനാണ് ആദ്യം ഒരു പരാതി പോലീസിന് കൊടുത്തു. ഈ എയർ സ്ട്രിപ്പ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയാണ്, അതിപ്പോൾ സ്വകാര്യ വ്യക്തികളത് കയ്യേറിയിരിക്കുന്നു, നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ട് പഞ്ചാബ് പോലീസിന് പരാതി കൊടുത്തു. ഒരു നടപടി ഉണ്ടായില്ല. പഞ്ചാബ് പോലീസ് സ്വാഭാവികമായും ചെയ്യേണ്ടത് ഇങ്ങനൊരു സംഭവം കിട്ടുമ്പോൾ അത് എയർഫോഴ്സിന് കൈമാറണം. ചെയ്തില്ല. 2021 ഇയാൾ ഈ നിഷാന്ത് സിംഗ് വീണ്ടും ഫുൽവാറ എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തു. നിങ്ങളുടെ എയർ സ്ട്രിപ്പ് കുറച്ച് പേർ കയ്യേറിയിരിക്കുന്നു, അത് മറിച്ചു വിറ്റു എന്ന് പറയുമ്പോഴത്തേക്ക് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഇതിന് വ്യാജരേഖയുണ്ടാക്കി. ഒരു എയർ സ്ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോൾ വിമാനം പറന്നിറങ്ങാനും ഉയർന്നു പൊങ്ങാനുമുള്ള റൺവേ പോലെയുള്ള സംവിധാനമാണ്. അപ്പോൾ അത് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, അത് മറിച്ചു വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് നിഷാന്ത് സിംഗ് ഫുൽവാറ എയർഫോഴ്സ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ എയർഫോഴ്സിലേക്ക് പരാതി കൊടുത്തപ്പോൾ 2021 ഇപ്പോൾ 2025 ഓർക്കണം. ഫുൽവാറ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഉടൻ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ ഫിറോസ്പൂർ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് അവർ ഈ കത്ത് ഫോർവേഡ് ചെയ്തു. ഉചിതമായ നടപടിയെടുക്കാൻ പറഞ്ഞു. പോലീസ് എന്നിട്ടും അനങ്ങിയില്ല. അതായത് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് എയർഫോഴ്സ് ഒഫീഷ്യലി കത്ത് കൊടുത്തിട്ടും നടപടി ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തറിയോ, ഈ നിഷാന്ത് സിംഗ് എന്ന് പറയുന്ന രാജ്യസ്നേഹിയായ മനുഷ്യൻ അവസാനിപ്പിച്ചില്ല. അയാൾ നേരെ പഞ്ചാബ് ഹൈക്കോടതിയെ സമീപിച്ചു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി രേഖകളൊക്കെ പരിശോധിച്ചു. നോക്കിയപ്പോൾ മദൻ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു യഥാർത്ഥ ഉടമ ഉണ്ടായിരുന്നു. അയാളുടെ പേരിലായിരുന്നു ഇത്. പക്ഷേ അത് ബ്രിട്ടീഷ് എയർഫോഴ്സ്, റോയൽ എയർഫോഴ്സ് അയാളുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിയാണ്. ഇയാൾ 91 മരിച്ചുപോയി. അതിനുശേഷം കുറേ ആളുകൾ ചേർന്ന് സുർജിത് കൗർ, മഞ്ജിത് കൗർ തുടങ്ങി 7 പേരുടെ പേരിൽ ഒരു വ്യാജ പ്രമാണം ഉണ്ടാക്കി അത് റവന്യൂ അധികൃതർ അത് ശരിയാണെന്ന തരത്തിലുള്ള ഡോക്യുമെൻ്റ് കൂടെ ഉണ്ടാക്കി. എന്നിട്ട് ഇവർ ചേർന്ന് അത് ഉഷ അൻസലിനും മകൻ നവീൻ ചന്ദിനും വിറ്റു. ഇങ്ങനെയാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രതിരോധ വകുപ്പിൻ്റെ കണ്ണായ ഭൂമി, തന്ത്രപ്രധാനമായ ഭൂമി സ്വകാര്യ വ്യക്തികളുടെ പേരിലേക്ക് മാറിയത്. അപ്പോൾ ഇത് പരിശോധിച്ചിട്ട് ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർഫീൽഡ് വ്യാജരേഖയുണ്ടാക്കി സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു കൊടുത്തു. ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി കൊടുത്തു. പോലീസ് അനങ്ങിയില്ല. അത് കഴിഞ്ഞ് എയർഫോഴ്സ് എന്ത് ചെയ്തു, ഡെപ്യൂട്ടി കമ്മീഷണർക്ക് പരാതി കൊടുത്തു. പോലീസ് ഒരു നടപടിയെടുത്തില്ല. ഇത് ഭയങ്കരമായി ഞെട്ടിച്ചിരിക്കുന്നു. ഈ ഡെപ്യൂട്ടി കമ്മീഷണർ, അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർക്കെതിരെ ഉചിതമായ നടപടി സർക്കാർ എടുക്കണം എന്നുകൂടി പറഞ്ഞാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപ്പോൾ ഇതനുസരിച്ച് കഴിഞ്ഞ ജൂൺ 20 പോലീസ് ഈ പറഞ്ഞ ഫിറോസ്പൂർ പോലീസ് FIR ഇട്ടു. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ രാജ്യം നിർണായകമായ ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് പോയി യുദ്ധം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും 4 ദിവസത്തെ ഒരു യുദ്ധം നടന്നു. ഒരു യുദ്ധത്തിന് എല്ലാ തരത്തിലുമുള്ള ഒരു ഫുൾ സ്കെയിൽ, അതായത് യുദ്ധത്തിലേക്ക് നമ്മൾ പോയില്ല, ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോയില്ല. പക്ഷേ ഈ കരയുദ്ധം, നാവിക യുദ്ധം ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും വ്യോമാക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നമ്മൾ തന്ത്രപ്രധാനമായ വിജയം നേടുകയും ചെയ്തു. പക്ഷേ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധമാണ് സംഭവിച്ചിരുന്നതെങ്കിൽ നമുക്ക് ഈ എയർഫീൽഡൊക്കെ ഉപയോഗിക്കണ്ടേ, ഈ സൈനിക സന്നാഹങ്ങൾ ഉപയോഗിക്കണ്ടേ? അപ്പോൾ നമ്മുടെ ഇടുക്കിയിൽ പോലും ഒരു എയർഫീൽഡ് ഉണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ പല സ്ഥലത്തും അടിയന്തര സാഹചര്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി വ്യോമസേനയ്ക്ക് വേണ്ടി പല എയർഫീൽഡുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിരന്തരം വന്ന് എയർഫോഴ്സിന് കാവൽ നിൽക്കാനൊന്നും പറ്റില്ല. അത് സംസ്ഥാനത്തെ സർക്കാർ, സംസ്ഥാന പോലീസ്, തദ്ദേശവാസികൾ അല്ലേ, ലോക്കലായിട്ടുള്ള ആളുകളും എല്ലാം കൂടിയാണ് ഇത് നമ്മുടെ വ്യോമസേനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. അത് ഒരു ആവശ്യം വന്നാൽ ഉപയോഗിക്കാനുള്ള, അത് നശിപ്പിക്കരുത്, അവിടെ കയറി കളച്ചുമറിക്കരുത്, അവിടെ പോയി അനധികൃതമായ കാര്യങ്ങൾ ചെയ്യരുത്, അത് കയ്യേറാൻ സമ്മതിക്കരുത് എന്നൊക്കെ തീരുമാനിക്കേണ്ടതിന് ആളുകൾക്കും പോലീസിനും റവന്യൂ അധികൃതർക്കും വലിയ ബാധ്യതയുണ്ട്. അപ്പം ഈ പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ ബീഹാറിനെ കുറിച്ച് പറഞ്ഞു, പാലങ്ങളും മൊബൈൽ ടവറുകളും വരെ അഴിച്ചു വിൽക്കുന്ന തരത്തിലുള്ള മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന പ്രവണത. പക്ഷേ ഈ പഞ്ചാബ് എന്ന് പറയുമ്പോൾ പഞ്ചാബിലും ഹരിയാനയിലൊക്കെ പറയുന്ന മിക്കവാറും എല്ലാ വീട്ടിലും നിന്നും ഒരാൾ പട്ടാളത്തിൽ കാണും എന്ന് പറയുന്ന സംസ്ഥാനങ്ങളാണ്. ഈ സൈന്യത്തോടൊക്കെ വലിയ ആദരവുള്ളതാണ്. അവിടെ പോലും ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇത്തരം സന്നാഹങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സന്നാഹങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കേണ്ട ഒരു ആവശ്യമാണ്. ഇപ്പം സർക്കാർ ഈ നാഷണൽ ഹൈവേയിൽ
ചൈനയുടെ അതിർത്തിയിലും പാകിസ്ഥാൻ അതിർത്തിയിലും ഒക്കെ ഹൈവേയിൽ വിമാനം ഇറങ്ങാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കി എയർ സ്ട്രിപ്പ് മാതൃകയിലുള്ള ഹൈവേകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിപ്പോൾ നമ്മുടെ അധീനതയിലുള്ള സാധനങ്ങൾ ഇങ്ങനെ തദ്ദേശവാസികൾ വലിയ അഴിമതി നടത്തി സ്വന്തമാക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ചോദിച്ചാൽ ഇതൊരു കൗതുകമുള്ള വാർത്തയാണ് അല്ലേ. ഒരു വിമാനത്താവളം വേണമെങ്കിൽ വിമാനം ഇറങ്ങാനുള്ള സംവിധാനം, വിമാനത്താവളം എന്ന് പറഞ്ഞാൽ വിമാനം വന്ന് കിടക്കുന്ന സ്ഥലം മാത്രമല്ലല്ലോ, വിമാനത്തിന് ഇറങ്ങാനും വിമാനത്തിന് പൊന്തിപ്പോകാനും സാധ്യതയുള്ള സ്ഥലം. അത്തരം യുദ്ധത്തിൽ 2ാം ലോകമഹായുദ്ധം മുതൽ അതിനുശേഷമുള്ള മറ്റ് യുദ്ധങ്ങളിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ എയർ സ്ട്രിപ്പ് ഇപ്പോൾ സൈന്യത്തിൻ്റെ കയ്യിലില്ല. കോടതി ഇടപെട്ടു, പോലീസ് കേസെടുത്തു. അങ്ങനെ നിയമ നടപടിയിലൂടെ സൈന്യത്തിന് തിരിച്ചു പിടിക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടേക്കോ ജാഗ്രത കുറവുണ്ട്. അപ്പോൾ ഈ സത്യത്തിൽ ഈ പോലീസാണ് ചെയ്യേണ്ടത്, റവന്യൂക്കാരാണൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എയർഫോഴ്സിന് അങ്ങനെ കൈ കഴുകാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർക്കും അവരുടെ അധീനതയിലുള്ള അവരുടെ അസറ്റുകൾ ഒക്കെ ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് വല്ലപ്പോഴും ഒക്കെ ഒരാളെ വിട്ടെങ്കിലും പരിശോധിപ്പിക്കേണ്ട ബാധ്യത ഉണ്ട്. അല്ലാതെ വിമാനം ഇറക്കാൻ വേണ്ടിയിട്ട് വിമാനം പറപ്പിച്ചുകൊണ്ട് വരുമ്പോഴായിരിക്കും എയർഫീൽഡ് വേറെ വല്ലതും ഉഴുതുമറിച്ച് പാടമാക്കിയിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ നമ്മുടെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും, രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പോൾ ഏതായാലും എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർ സ്ട്രിപ്പ് വ്യാജരേഖയുണ്ടാക്കി മറിച്ചു വിറ്റു എന്നുള്ള ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.